8ൻ്റെ പണിയല്ല, 16ൻ്റെ പണിയല്ല, 32ൻ്റെ പണി കിട്ടി കുത്തിരിക്കുക കേട്ടോ. ഇമ്മാതിരി പറ്റിക്കലുണ്ടോ? ഫേസ്ബുക്കിൽ കണ്ടിട്ട് അച്ഛൻ ഓർഡർ ചെയ്തതാട്ടോ ഇത്. ക്യാമറ ഓർഡർ ചെയ്തിട്ട് എന്താ വന്നെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളെ കാറിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ക്യാമറ കേട്ടോ. അപ്പം കാറിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ വാങ്ങിയതായിരുന്നു. അപ്പം അതിൻ്റെ പ്രൈസ് ഇവർ കൊടുത്തത് 1300 രൂപയാട്ടോ. അപ്പം എന്തായാലും വേണ്ടില്ല, നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ അങ്ങനെ ഓർഡർ ചെയ്താണ്. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. അപ്പം സാധനം പക്ക നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ആ ബോക്സിൻ്റെ ഉള്ളിൽ ക്യാമറ ആണെന്നുള്ള രൂപത്തിൽ തന്നെയായിരുന്നു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ റിട്ടേൺ ഓപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷന് ഇതിൻ്റെ അകത്തില്ല. അപ്പം അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പം അറിയില്ല കേട്ടോ. ഇനി ആർക്കെങ്കിലും അറിയെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം. ഇനി നമുക്ക് മീഷോയിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും ഒക്കെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻസേ കാണുന്നില്ല. അപ്പം 1299 റുപ്യാണ് ആയിട്ടുള്ളത്. ഇത് ഞങ്ങൾക്ക് കൊണ്ടുതന്ന ഡെലിവറി ബോയിനെയും തിരിച്ച് വിളിച്ചു കേട്ടോ. അപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാണ്, എന്താ സംഭവിച്ചതെന്ന് അവർക്കും അറിയില്ല എന്ന് പറഞ്ഞ്. അപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരു ചതിയിൽ ഇനി ആരും പെടാതിരിക്കുക. കുറച്ച് പൈസയൊന്നുമല്ല, 1299 1300 രൂപ തന്നെയാണ് പോയിട്ടുള്ളത്. ഇത് ഞങ്ങൾ ആദ്യം പൊട്ടിച്ച് നോക്കിയാണ്. അപ്പം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാട്ടോ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് പൊക്കി നോക്കിയാലും ആ ഒരു വെയിറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ക്യാമറ ഉണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയാണ് അവർ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത്ര 2 കുപ്പി വെള്ളം കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ പാക്കറ്റ് എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. അപ്പം ഇനി ഞങ്ങൾക്ക് വെള്ളം ഇല്ലാത്ത സ്ഥലത്തുള്ളതാണെന്നിട്ട് അവർ വിചാരിച്ചായിരിക്കും 2 കുപ്പി വെള്ളമാണ് അവർ കൊടുത്തയച്ചിട്ടുള്ളത്. അതും പ്രൊഡക്റ്റ് മാറിപ്പോയതാണെങ്കിൽ എന്തെങ്കിലും ഒരു ലേബലെങ്കിലും ആ കുപ്പീൻ്റെ മുകളിൽ ഉണ്ടാവൂലേ. അപ്പം ഇത് അതുമില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അത് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് വന്നത്. നമുക്ക് പൊളിക്കുമ്പോൾ പോലും ഒരു പാക്കറ്റ് പൊട്ടിച്ച് നോക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു എന്താ പറയുക ചതി മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ. പൊളിച്ച് മൊത്തത്തിൽ അച്ഛൻ അഴിച്ച് നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലായത് കേട്ടോ. എന്തെങ്കിലും ഒരു യൂസിന് ഉപകരിക്കുക, എന്തെങ്കിലും ലാബിലോ കാര്യങ്ങളോ എന്തെങ്കിലും അത് എന്നതാണ് എന്നുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും യൂസിന് ഉപയോഗിക്കായിരുന്നു. ഇതിപ്പോൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല താനും. ഈ വെള്ളം കണ്ട് കുത്തിരിക്കേണ്ട ഒരവസ്ഥ ആയിപ്പോയി. തനി പച്ചവെള്ളം കേട്ടോ, പച്ചവെള്ളം തന്നെയാണ്. പക്ഷേ സ്മെല്ലിന് എന്തോ ഒരു എന്തോ ഒരു ജൈ സ്മെല്ല്, എന്തോ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തൊരു എന്തോ ഒരു ജാതി സ്മെല്ലും. പച്ചവെള്ളം തന്നെ, കറക്റ്റ് പച്ചവെള്ളം, ഒന്നുമില്ല, വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഇതിപ്പോൾ എത്ര പൈസയായാലും, ചെറിയ പൈസയായാലും വലിയ പൈസയായാലും നമ്മൾ ഒരു ഓർഡർ ചെയ്യുന്ന നേരം അവരെ നന്നായിട്ട് വിശ്വസിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം ഇങ്ങനത്തെ ഒരു പറ്റിപ്പ്, അതും തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ, ഇതിപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ ആയതുകൊണ്ട് എന്താ ചെയ്യുക എന്നുള്ളത് അറിയുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയെങ്കിൽ ഒന്നും കമൻ്റ് ഇടണേ. ഞാൻ വല്ല എന്തോ ഒരു കുമ്മൽ അങ്ങനത്തെ ഒരു വാസനയാണ്, എന്തോ ഒരു വാസനയാണ്. അപ്പം അധികം മണപ്പിക്കാനൊന്നും നിന്നില്ല ഞങ്ങൾ. ഇനിയിപ്പോൾ വേറെ എന്താണെങ്കിലോ ഒരു ലേബലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി എന്താണെങ്കിലും ഒരു ലേബലുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്തെങ്കിലും യൂസ് ചെയ്യാന്നുള്ളൊരിതുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്തെന്ന് വിചാരിച്ച് യൂസ് ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഇനിയും അങ്ങനത്തെ ഫേസ്ബുക്ക് ആഡുകൾ കണ്ടിട്ട് വിശ്വസിച്ച് ഷോപ്പ് ചെയ്യാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. എന്തായാലും ഞങ്ങളൊരു 1300 റുപ്യ എന്തായാലും പോയി. ഇനി ആരും പോവാതിരിക്കട്ടെ, ഇങ്ങനെ വിശ്വസിച്ച് വാങ്ങാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, കണ്ണും പൂട്ടി ഒന്നും ഷോപ്പ് ചെയ്യാതിരിക്കുക.